ആംസ്റ്റർഡാമിനു ചുറ്റുമുള്ള കാറ്റാടി യന്ത്രങ്ങൾ, ഡച്ച് ജലനിയന്ത്രണ ചരിത്രത്തിന്റെ ചിഹ്നങ്ങൾ. നെതർലാൻഡ്സ് എന്ന രാജ്യം കടൽ നിരപ്പിനേക്കാൾ താഴെയായി വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുക എന്നത് ജീവൻ രക്ഷയുടെ കാര്യമായിരുന്നു. ഈ ആവശ്യത്തിനായി 16-ാം നൂറ്റാണ്ടു മുതൽ ഡച്ചുകാർ കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചു. പ്രധാന ലക്ഷ്യങ്ങൾ: കടലും നദികളും കയറി വരുന്ന വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുക, കൃഷിക്ക് അനുയോജ്യമായ പോൾഡർ ഭൂമി സൃഷ്ടിക്കുക, ധാന്യം അരയ്ക്കുക, മരം മുറിക്കുക തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾ. ആംസ്റ്റർഡാം സന്ദർശിക്കുന്നവർക്ക് ആദ്യം കണ്ണിൽപ്പെടുന്ന അത്ഭുതങ്ങളിലൊന്നാണ് പച്ചപ്പുള്ള വയലുകൾക്കിടയിൽ സുന്ദരമായി തിരിയുന്ന കാറ്റാടി യന്ത്രങ്ങൾ. ഇവ ഒരു മനോഹര കാഴ്ച മാത്രമല്ല, നെതർലാൻഡ്സിന്റെ വെള്ളപ്പൊക്കത്തിനെതിരായ നൂറ്റാണ്ടുകളായുള്ള പോരാട്ടത്തിന്റെ ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. കാറ്റ് വീശുമ്പോൾ ബ്ലേഡുകൾ തിരിയും, അകത്തെ ഗിയർ സംവിധാനങ്ങൾ പമ്പ് പ്രവർത്തിപ്പിക്കും, വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് കനാലുകളിലേക്ക് മാറ്റപ്പെടും. ഈ ലളിതമായ എഞ്ചിനീയറിംഗ് ആശയം തന്നെ ഒരു രാജ്യത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചു. സെൻഷിസാൻ, കാറ്റാടി യന്ത്രങ്ങളുടെ ജീവിക്കുന്ന ഗ്രാമം. ആംസ്റ്റർഡാമിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം. ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ കാണാം. സോമിൽ, ഓയിൽ മിൽ, ഗ്രെയിൽ മിൽ. ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. പഴയ ഡച്ച് ജീവിത രീതിയും ഇവിടെ അനുഭവിക്കാം. ലോക പൈതൃക പട്ടികയിലെ കാറ്റാടി യന്ത്രങ്ങൾ. 19 കാറ്റാടി യന്ത്രങ്ങൾ ഒരേ നിരയിൽ. ജലനിയന്ത്രണത്തിന്റെ അതുല്യ മാതൃക. യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച സ്ഥലം. പോൾഡർ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം നീക്കം ചെയ്യാൻ നിർമ്മിച്ചത്. ഇന്നും സംരക്ഷിത നിലയിൽ. കടലിനേക്കാൾ താഴെ ജീവിക്കാൻ പഠിച്ച ഒരു ജനതയുടെ കഥയാണ് ഇത്. കാറ്റിന്റെ ശക്തിയെ ഉപയോഗിച്ച് വെള്ളത്തെ കീഴടക്കിയ ഡച്ചുകാരുടെ ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും പ്രതീകങ്ങളാണ് ഈ കാറ്റാടി യന്ത്രങ്ങൾ. ഈ ഗ്രാമത്തിലെ ഓരോ ദൃശ്യങ്ങളും പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതഗാനം പോലെ തോന്നിക്കുന്നു. കാറ്റാടി യന്ത്രങ്ങൾ ഒരു ടൂറിസ്റ്റ് കാഴ്ച മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബുദ്ധിപരമായ സഹകരണത്തിന്റെ ചരിത്ര പാഠമാണ്. ഇന്നും അവ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ജനതയുടെ ജീവൻ കാത്ത കഥ പറഞ്ഞുകൊണ്ട്.